ഹലോ ഗൈസ്, വല്ലപ്പോഴൊക്കെയാണ് കേട്ടോ ഷവർമയും ബർഗറും ലോഡഡ് ഫ്രൈസൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നത്. ഇന്നും അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ദിവസമായിരുന്നു. നോട്ട് ദ പോയിൻറ്റ്, വല്ലപ്പോഴൊക്കെയാണ് കേട്ടോ വീട്ടിൽ ഈ ഷവർമയും ബർഗറും ലോഡഡ് ഫ്രൈസൊക്കെ ഉണ്ടാക്കുന്നത്. ഇന്നാണെങ്കിൽ വീട്ടിൽ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ അങ്ങ് ഷവർമ ഉണ്ടാക്കാമെന്നുള്ളത് കേട്ടോ. അതുപോലെ തന്നെ അതേ വീട്ടിൽ വല്ലപ്പോഴും കാണുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ സോസും മയോണീസും, അതും ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ഉറപ്പിച്ചു ഇന്ന് ഷവർമ തന്നെ ഉണ്ടാക്കാമെന്നുള്ളത് കേട്ടോ. പിന്നെ ഞാൻ ബൈജാപ്പൻ്റെ കടയിലൊക്കെ പോയിട്ട് ചപ്പാത്തിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചപ്പാത്തി ഷവർമ റെഡിയാക്കാനായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും സെറ്റായി വെച്ചു. ഇന്ന് എൻ്റെ കയ്യിലാണ് കിച്ചൺ മൊത്തം, എൻ്റെ ഭരണമാണ് കേട്ടോ കിച്ചണിൽ. സത്യം പറയട്ടെ, എനിക്ക് ഇതുവരെയും ഈ സവാള ശരിയാക്കി എടുക്കാൻ അറിയത്തില്ല കേട്ടോ. എനിക്കിത് പറയാൻ നല്ല ചമ്മലുണ്ട്, എങ്കിലും എന്നാലും നിങ്ങൾക്ക് അറിയേണ്ടത് തന്നെ ആണല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കട്ട് ചെയ്യാമെന്നങ്ങ് വിചാരിച്ചു കേട്ടോ. ഈ സവാള കട്ട് ചെയ്യാൻ ഇത്ര വലിയ പാടാണോ, ഇത്രയും മുതുക്കിയായിട്ട് നിനക്ക് കട്ട് ചെയ്യാൻ അറിയത്തില്ലേ നിങ്ങൾ ചോദിക്കുകയായിരിക്കും. കട്ട് ചെയ്യാനൊക്കെ അറിയാം, പക്ഷെ ചില സമയത്ത് മടിയായിരിക്കും. ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് സവാളയുടെ ഷേപ്പ് വരെ മാറിപ്പോകും കേട്ടോ. നല്ല രീതിക്ക് കരഞ്ഞ് കുളിച്ച് വാരിയിട്ടുണ്ടായിരുന്നു, നല്ല രീതിക്ക് കണ്ണ് നീറുന്നുണ്ടായിരുന്നു ഗൈസ്. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ സവാള അരിഞ്ഞെടുത്തത് പല ഷേപ്പിലായി. ഈ സവാളയ്ക്ക് ജീവൻ ഉണ്ടെന്നെങ്കിൽ എണീറ്റൊന്ന് അടിച്ചേനെ. പിന്നെ നമ്മുടെ ചിക്കൻ്റെ ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ടും അതിൻ്റെ തണുപ്പൊക്കെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. പിന്നെ അതൊക്കെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സമയം കൊണ്ട് ഞാൻ ചപ്പാത്തി അങ്ങോട്ട് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അമ്മയാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. ഇന്ന് എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുത്തു തന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല ചൂടായിട്ട് സെറ്റായിട്ട് കിട്ടി. ചപ്പാത്തിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്, കൈയൊക്കെ നല്ല രീതിക്ക് പൊള്ളി. പിന്നെ ഓരോ സാധനങ്ങളും വരിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്സ് ഒക്കെ സെറ്റാക്കണം എന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ചപ്പാത്തി എടുക്കുക, നമ്മുടെ സോസും മയോണീസും അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് സ്പൂൺ വെച്ച് നല്ല രീതിക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ മയോണീസ് ഞാൻ കുറച്ച് അപ്ലൈ ചെയ്യുന്നുള്ളൂ, കാരണം ഇനി ഇച്ചിരി ഒരു പുളിപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ റിപ്പീറ്റ് ഈ ഒരു സ്റ്റെപ്പ് തന്നെ നമ്മളങ്ങ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കേട്ടോ. ഞാനിവിടെ 3 ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്, ഇതെടുക്കാനായിട്ടുള്ളത്. നല്ല ചൂടായിരുന്നു ഗൈസ്, അതുകൊണ്ട് ഞാൻ 3 ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സോസൊക്കെ ഡിപ്പ് ചെയ്തിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും പുറത്തെ ഷവർമയും വീട്ടിലുണ്ടാക്കുന്ന ഷവർമയൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തെ ഷവർമ തന്നെയാണ് കുറച്ചും കൂടി ബെറ്റർ. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല ഹെൽത്തിയാണ്. വീട്ടിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, എഗ്ഗ് വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പോൾ ചിക്കൻ ഉണ്ടായതുകൊണ്ട് ചിക്കൻ വെച്ച് ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ നിങ്ങളെന്തായാലും ഹോം മെയ്ഡായിട്ട് ട്രൈ ചെയ്യുക. പുറത്തൊക്കെ പോയിട്ട് ഷവർമ കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഹെൽത്തിയാണ് കേട്ടോ. എങ്കിലും എനിക്ക് പുറത്തെ ഷവർമ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. എന്തായാലും ഞാൻ ഉണ്ടാക്കിയതായിട്ട് പറയല്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്ത കുക്കിംഗ് വീഡിയോ ഒക്കെ പിന്നെ കാണുന്നവരെയും അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ബൈ.